ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐസ് ക്രഷ് ചെയ്തതാണെന്ന്. എന്നാൽ ഇതല്ല. ഇതാണ് ഗോൺ കറ്റീര. മലയാളത്തിൽ ബദാം പശ എന്ന പേരും കൂടിയുണ്ട്. നമ്മുടെ മലയാളികൾക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു, ഡീഹൈഡ്രേഷൻ തടയുവാനും ശരീരത്തെ തണുപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും വളരെയധികം നല്ലതുമാണ്. ഇനി ഇതിലൊരു 2-3 ക്രിസ്റ്റൽ ഉണ്ടായാൽ തന്നെ ഒരുപാട് ജെല്ല് കിട്ടും. അപ്പം നമുക്ക് ഒരു പാക്ക് ഉണ്ടായാൽ തന്നെ കുറച്ചധികം നാൾ യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ഗോൺ കത്തീര വെച്ചിട്ടുള്ള ഒരു വാട്ടർമെലൺ ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ ഇവിടെ വാട്ടർമെലൺ കട്ട് ചെയ്ത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുതിനയും ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തതും കുറച്ച് ഹണിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ലെമണും പുതിനയും ഐസ് ക്യൂബും സോക്ക് ചെയ്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുത്ത ശേഷം ബ്ലെൻഡ് ചെയ്ത് വെച്ച ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഗോൺ കത്തീരയാണ് ചേർക്കുന്നത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് കുടിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. നോർമലി ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു ഗോൺ കത്തീര വാങ്ങിയിട്ടുള്ളത് ഫാം ഗ്രെയിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അവർക്ക് ഇത് കൂടാണ്ട് പൗഡർ ഫോമിലുള്ള വേറെ ഐറ്റംസ് ഉണ്ട്, ഡേറ്റ്സ് പൗഡർ, ബ്ലൂബെറി പൗഡറൊക്കെ. ഞാൻ ഈ ഒരു ഫാം ഗ്രെയിൻ്റെ പേജ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക.